പാലക്കാട് മുണ്ടൂർ വേലിക്കാട്ട് നിന്ന് ഈ കോങ്ങാട് ബംഗ്ലാവ് കുന്ന് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഒരു വീട്ടുമുറ്റത്ത് ഒരു ചെറിയൊരു കുഞ്ഞൻ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ബസ്സെന്ന് വണ്ടി നിർത്തി അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഇതൊരു വീടിൻ്റെ ഗേറ്റാണ്. ഇവിടെ മാധവിയം എന്ന് പറയുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിൻ്റെ ഗേറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ബസ്സിൻ്റെ രൂപത്തിലാണ്. ഈ കാണുന്നവരെല്ലാം ഈ വീട്ടിലെ കുടുംബാംഗങ്ങളാണ്. എന്താണ് ഈ ഗേറ്റിന് ഇങ്ങനെ ഒരു ബസ്സിൻ്റെ രൂപം കൊടുക്കാൻ കാരണം? അത് ഹസ്ബൻഡിൻ്റെ ഐഡിയ ആണ്. അവർ വെൽഡറാണ്. അവരച്ഛൻ ബസ് ഡ്രൈവറായിട്ട് കുറേ കാലം ജോലി ചെയ്താണ്. അപ്പം ബസ് ഡ്രൈവറുടെ മകനായതുകൊണ്ട് ബസ് ഗേറ്റായിട്ട് പ്രൈവറ്റ് ബസ് ഗേറ്റായിട്ട് വെച്ചു. ഇതാണ് അച്ഛൻ. അച്ഛാ നമസ്കാരം. അച്ഛൻ്റെ പേര് നാരായണദാസ് അല്ലേ? നാരായണദാസ്. എന്താണ് ഒരുപാട് കാലം ഡ്രൈവറായിരുന്നു? ഒരുപാട് കാലം ഡ്രൈവറായിരുന്നു. ഏത് റൂട്ടിലായിരുന്നു? ചെർപ്പശ്ശേരി പാലക്കാട് റൂട്ടിൽ സ്ഥിരം ഡ്രൈവറായിട്ട്. പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായിരുന്നു. അപ്പോൾ മക്കള് ഇങ്ങനെ ഒരു വീട് വെച്ചപ്പോൾ വീടിൻ്റെ ഗേറ്റും അച്ഛനെ സ്നേഹത്തിലാണോ ഇങ്ങനെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഗേറ്റ് വെച്ചത്? അതെ അതെ. പെട്ടെന്ന് ഇങ്ങനെ ഐഡിയ കേട്ടപ്പോൾ എന്ത് തോന്നി? തെറ്റില്ലാവുന്നു. നല്ല കാര്യമാണ്. സന്തോഷമായി. അവിടെ അമ്മ കൂടി ചേരുന്നത്. അമ്മ പേരെന്താണ്? അമ്മ ബസ്സിന്റെ അകത്താണ് നിൽക്കുന്നത്. സുന്ദരി എന്നാണ് പേര്. ഒരു ക്ലാസ്സും കൂടി വെക്കണം പറഞ്ഞിട്ടാണ് മോൻ. ഒരു പൂർണ്ണമാവും. അതെ. എന്ത് തോന്നി പെട്ടെന്ന് മക്കൾ ഇങ്ങനെ ഒരു ഐഡിയ പറയുമ്പോൾ വീടിന്റെ ഗേറ്റ് ഇങ്ങനെ ഒരു ബസ്സിന്റെ രൂപത്തിലാണ് വരുന്നത്? ഞാൻ തമാശ പോലെ കണക്കാക്കിയതാണ്. ഇപ്പൊ അവൻ പറയണത് അതൊരു സെറ്റപ്പ് ആയില്ലേ ചോദിക്കണേ. ഇവിടെ ഈ ബസ്സിന്റെ പേര് മാധവിയം എന്നാക്കാൻ കാരണം എന്താ? അച്ചമ്മ മാധവി ആണ്. അപ്പം മാധവിയം അച്ചമ്മയുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് ആയിരുന്നു മൂപ്പര്. സാധാരണ നമ്മൾ ഈ കേരളത്തിലെ വാഹനങ്ങൾക്കൊക്കെ രജിസ്ട്രേഷൻ നമ്പർ കാണാറ് KL വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താ ഒരു PMHJNSRD എന്നുള്ളതാണ് ഈ ബസ്സിൻ്റെ ഈ വീട്ടിന് മുറ്റത്ത് നിർത്തിയിട്ടുള്ള ഈ മാധവിയം എന്ന് പറയുന്ന ഈ ബസ്സിൻ്റെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറായി നൽകിയിരിക്കുന്നത്. അത് എന്താണെന്നുള്ള അതിലൊരു എന്തെങ്കിലും ഒരു കൗതുകം ഉണ്ടോ? ഉണ്ട്. എന്താ സംഭവം? അത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെ പേരിൻ്റെയും ഫസ്റ്റ് അക്ഷരമാണ്. അതെന്താ ഇത് എങ്ങനെ? P പഴനിമല മാഷ്, അത് അച്ചിച്ചനാണ്. M മാധവി അച്ചമ്മയാണ്. അച്ചമ്മയുടെ പേരാണ് ബസ്സിന് നൽകിയിരിക്കുന്നത്, വീടിന് നൽകിയിരിക്കുന്നത്. H ഹരികുമാർ എൻ്റെ ഹസ്ബൻഡാണ്. J ജ്യോതിഷ് അനിയനാണ്. N നാരായണദാസ് അച്ഛൻ. S സുന്ദരി അമ്മ. R രാഗി അത് ഞാനാണ്. D ദക്ഷ് ഞങ്ങളുടെ മകനാണ്. അപ്പോൾ വീട്ടിലെ എല്ലാവരുടെയും പേരിൻ്റെ ആദ്യ അക്ഷരമാണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറായി നൽകിയിരിക്കുന്നത്. നോക്കൂ, ഒരു അച്ഛനോടുള്ള ഒരു സ്നേഹം, അത് ആ മക്കൾ ഒരു വീട് കെട്ടുമ്പോൾ ആ വീടിൻ്റെ ഗേറ്റായി നിർമ്മിച്ചിരിക്കുന്ന അച്ഛൻ്റെ ആ ഒരു പ്രൊഫഷൻ തന്നെയാണ്. അച്ഛൻ ഒരുപാട് കാലം പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു. അച്ഛൻ അങ്ങനെ ജോലി ചെയ്തിട്ടാണ് രണ്ട് മക്കളെയും വളർത്തിയത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു വീടുണ്ടാക്കുമ്പോൾ ആ രണ്ട് മക്കൾ ചേർന്നില്ലേ വീടിൻ്റെ ഗേറ്റ് ഇതേ രീതിയിൽ അച്ഛനോടുള്ള സ്നേഹത്തിന് ഭാഗം വെച്ചത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നല്ല സന്തോഷം. ഏതായാലും ഈ കൗതുകമുള്ള ഈ മാധവിയം എന്ന് പറയുന്ന വീട്ടിൻ്റെ ഈ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഗേറ്റിന് മുന്നിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.